1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ നിങ്ങൾ എവിടെയായിരുന്നു? അന്ധകാരത്തിലായിരുന്നു, ഇരുട്ടിലായിരുന്നു, കൂരിരുട്ടിൽ വസിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം അവിടെ നിന്ന് നമ്മെ ഒരു വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ആമേൻ. നാം സ്വയമേവ എത്തിയതല്ല, കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മെ വീണ്ടെടുത്ത് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. വെളിച്ചത്തിലുള്ള അവകാശത്തിന് അവൻ നമ്മെ പ്രാപ്തരാക്കി. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളായി തീരാതെ ആമേൻ യേശുക്രിസ്തുവാകുന്ന അത്ഭുത വെളിച്ചത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ദൈവം നമ്മെ കൊണ്ടുവന്നത്? ഹലോ, ഇരുട്ടിൽ നിന്ന്, തമസിൽ നിന്ന് തേജസ്സിലേക്ക് ദൈവം നമ്മെ എന്തിനാണ് കൊണ്ടുവന്നത്? ആ വാക്യം നോക്കിക്കേ. അവിടുത്തെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. യഹൂദന്മാരെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം ആവർത്തന പുസ്തകം 4:20 7:6 നമ്മൾ വായിക്കുന്നുണ്ട്. ആവർത്തനം 4:20 നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്തു. ആവർത്തനം 7:6 യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തു. എന്തിനാ? സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. ഹല്ലേലൂയ. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് ചില വ്യക്തികൾക്ക് സൗഖ്യം നൽകി. സൗഖ്യമാക്കിയിട്ട് കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഇത് ആരോടും പറയരുതെന്ന്. യേശു സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറഞ്ഞു, ഇത് ആരോടും പറയരുത്. കാരണം അത്ഭുതം ചെയ്തൊരു നേതാവായി വാഴാനല്ല യേശു ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യവർഗത്തിന് വേണ്ടി കുരിശിൽ മരിക്കാനാണ് വന്നത്. ആ വലിയ ആത്യന്തിക ഉദ്ദേശം നടപ്പാകാതെ പോകരുത്. അതുകൊണ്ട് യേശു ഭൂമിയിൽ ഖ്യാതിക്ക് വേണ്ടി, പ്രസിദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല, പരിശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, സൗഖ്യം ലഭിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ ഇതാരോടും പറയരുത്. പക്ഷെ അവർ അനുസരണക്കേട് കാണിച്ചു. അവനോ പുറപ്പെട്ട് ആ ദേശത്തിലൊക്കെയും അവൻ്റെ ശ്രുതിയെ പരത്തി. ഹലോ, അനുസരണക്കേടല്ലേ കാണിച്ചത്? എടാ, ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് ഇവ പോയി നാട്ടിലൊക്കെയും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, അത് അനുസരണക്കേടല്ല. കർത്താവ് ആരോടും പറയരുതെന്ന് പറഞ്ഞത് കർത്താവിന് ആ നിലയിലൊരു പ്രസിദ്ധി ആവശ്യമില്ല. ഒരു മനുഷ്യൻ്റെയും സാക്ഷ്യം അവന് ആവശ്യമുണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ സഹോദരൻ നാട്ടിലൊക്കെയും പോയി പ്രഘോഷിക്കാൻ കാരണം യേശു അവന് ചെയ്ത നന്മ അവന് പറയാതിരിക്കാൻ പറ്റില്ല. മർക്കോസിൻ്റെ സുവിശേഷം 5:20 നോക്കിക്കേ. ഇതിന് സമാനമായ മറ്റൊരു വാക്യം നമ്മളോട് വായിക്കുന്നുണ്ട്. മർക്കോസ് 5:20 അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. ഒരു ഭൂതഗ്രസ്തന്റെ ചരിത്രമാണ്. 6000 ഭൂതം ബാധിച്ച് കല്ലറയ്ക്ക് പോലും അവനെ ഒതുക്കി വെക്കാൻ കഴിയാതെ നാട്ടുകാർക്ക് പേടി സ്വപ്നമായിരുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ചാൽ അതവൻ ഉരുമിപ്പൊട്ടിക്കുമായിരുന്നു. കല്ലറകളിലായിരുന്നു അവൻ വസിച്ചിരുന്നത്. അവൻ ഒരു വലിയ തലവേദനയായി ജീവിച്ച മനുഷ്യൻ. മഗ്ദലക്കാരി മറിയയ്ക്ക് 7 ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ടവളായിരുന്നു അല്ലേ? അപ്പോൾ 6000 ഭൂതങ്ങൾ ഉള്ളിൽ ഗ്രസിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഗതി എത്രയോ നരകതുല്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു അവനെ വിടുവിച്ചു. ആമേൻ. ആ ഭൂതങ്ങൾ അവൻ വിട്ടുപോയി. 2000 പന്നികളിൽ അത് ചെന്ന് കയറി. അവയ്ക്ക് വീർപ്പുമുട്ടുണ്ടായി. അവ കടുത്തൂക്കത്തോടെ കടലിൽ ചാടി ചത്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പന്നിയെ മേയിച്ചവർ മുതലാളിമാരോട് എന്ന് പറഞ്ഞു, ഇതുപോലെ യേശു എന്ന് പറയുന്ന ഒരുവൻ വന്നു, ഒരു ഭൂതഗ്രസ്തന് സൗഖ്യം നൽകി, അവൻ ഒരു ഭ്രാന്തനെ വിടുവിച്ചു. അവരെല്ലാം കൂടെ വന്നപ്പോൾ ആ കണ്ട കാഴ്ച കേൾക്കണോ? ഹലോ, ആളുകളെല്ലാം കൂടെ വന്നപ്പോൾ വസ്ത്രം ധരിക്കാത്തവൻ, മുടി വെട്ടാത്തവൻ, പ്രാകൃതനായവൻ, അവർ വല്ലാത്ത അവസ്ഥയിൽ ജീവിച്ചവൻ, എല്ലാവർക്കും പേടി സ്വപ്നമായവനെ കുറിച്ച് തിരുവെഴുത്തിലെ വചനം ഞാൻ ഉദ്ധരിക്കാം. അവൻ സുബോധമുള്ളവൻ, വസ്ത്രം ധരിച്ചവനായി യേശുവിൻ്റെ കാൽക്കലിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തിയത്, അവൻ്റെ ഇരുട്ടിൻ്റെ അവസ്ഥകളെ മാറ്റിമറിച്ചത് യേശുവിൻ്റെ വിടുതലിൻ്റെ കരമായിരുന്നു.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് വളരെ അത്ഭുതകരമായി അവനെ വിടുവിച്ചു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. യേശു ആമേ തിരിച്ചു പോകാൻ തുടങ്ങിയ ആമേ ഗലീല കടലിലൂടെ അക്കരയ്ക്ക് പോകാൻ ഒരുമ്പെടുമ്പോൾ ഈ സൗഖ്യം പ്രാപിച്ചവൻ പ്രൈസ് ദി ലോർഡ് യേശുവിൻ്റെ കൂടെ പടക് കയറി പോരാൻ വേണ്ടി വന്നു. യേശുവിനോട് പറഞ്ഞു, നീ പോയി ദൈവം നിനക്ക് ചെയ്തത് പ്രസംഗിക്കുക. പക്ഷേ ഈ സൗഖ്യത്തിൻ്റെ കാര്യം വീട്ടിൽ പോയി സാക്ഷ്യം പറയുക. ഈ സൗഖ്യത്തിൻ്റെ കാര്യം ആരോടും പറയരുത്. പക്ഷേ വചനം കണ്ടോ, അവനോ പുറപ്പെട്ട് ദക്കപ്പൊലി നാട്ടിലൊക്കെയും ഘോഷിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ അകത്ത് ദൈവത്തോടുള്ള നന്ദി തിങ്ങി നിറയുകയാ. പറയരുതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ എല്ലാം പോയി പറയാൻ കാരണം യേശു കർത്താവ് അവൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ പ്രവൃത്തി. അവൻ ഒരിക്കൽ ഇരുട്ടിലായിരുന്നു, കല്ലറയിൽ വസിച്ചവനാണ്. ആളുകൾക്കൊരു പേടി സ്വപ്നമാണ്, വീട്ടുകാർക്കൊരു തലവേദനയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവനോ പുറപ്പെട്ട് ദക്കപ്പൊലി നാട്ടിലൊക്കെയും യേശു ചെയ്തത് അവൻ ഘോഷിച്ചു തുടങ്ങി. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവം ചെയ്ത നന്മകൾക്ക് ഇന്ന് പകലിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. 10 കുഷ്ഠരോഗികളെ യേശു ശുദ്ധരാക്കിയില്ലേ? 9 പേരും നന്ദിയില്ലാത്തവരായി മടങ്ങിപ്പോയപ്പോ അവരിൽ ഒരു ശമര്യൻ മാത്രം മടങ്ങി വന്ന് യേശുവിന്റെ കാൽക്കൽ വീണ് കർത്താവിന് നന്ദി പറയുകയാണ്. യേശു പറഞ്ഞു, 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? ബാക്കി 9 പേര് എവിടെ? ഭൂരിപക്ഷം പേരും ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദിയില്ലാത്തവരായി തീരുമ്പോൾ, ഹലോ മനസ്സിലാകുന്നുണ്ടോ? ഭൂരിപക്ഷം പേരും ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദിയില്ലാത്തവരായി തീരുമ്പോൾ ഇന്ന് പകലിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് എത്രമാത്രം നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. യഹൂദ ജനത ഒരു ജാതി എന്ന നിലയിൽ ദൈവത്തിന്റെ അത്ഭുത പ്രകാശം ആസ്വദിച്ചറിഞ്ഞ 4 സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അത് 4 ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് ആ 4 സംഭവവും പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തി? ഒന്നേ ഉള്ളൂ ഉദ്ദേശം. ഒരു ആത്മീക പുറപ്പാടിന് വേണ്ടി കൊതിയോടെ കഴിയുന്ന നാമും ചില ആത്മീക മർമ്മങ്ങൾ മനസ്സിലാക്കാൻ ദൈവം ആ 4 സംഭവവും പുറപ്പാട് പുസ്തകത്തിൽ എഴുതി ചേർത്തു. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ യഹോവ മോശെയോട്, മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. അടുത്തത്, മോശെ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. അടുത്തത്, 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല, ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. ആ ഇരുട്ടിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? 3 ദിവസത്തേക്ക് മിസ്രയീം ദേശത്തൊക്കെയും സ്പർശിക്കത്തക്ക ഇരുൾ. ഇരുട്ടിനെ സ്പർശിക്കാൻ പറ്റുമോ? ഹലോ, ഇരുട്ടിനെ സ്പർശിക്കാൻ പറ്റുമോ? അപ്പൊ അത്രയ്ക്ക് കൂരിരുട്ടായിരുന്നു. മാത്രമാണോ? ഏത് ഇരുട്ടാണെങ്കിലും നമുക്ക് ബാത്റൂമിൽ പോകത്തില്ലേ? കറണ്ട് ഇല്ലേലും ബാത്റൂമിൽ പോകത്തില്ലേ? ഒന്ന് എഴുന്നേറ്റ് നടക്കത്തില്ലേ? പക്ഷെ നിങ്ങൾ വചനം നോക്കിക്കേ, ഒരുത്തനും ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റില്ല, ഒരുത്തനും ഒരുത്തനെ കണ്ടില്ല. പ്രൈസല്ലോ. അപ്പൊ സ്പർശിക്കത്തക്ക ഇരുട്ടായിരുന്നു. എന്തായിരുന്നു ആ ഇരുട്ടെന്നറിയാമോ? യഹോവയെ ആരാധിക്കേണ്ടതിന് യഹോവ ആരെന്നാണ് ഇവൻ ചോദിച്ച ചോദ്യം. സ്തോത്രം, സ്തോത്രം. ദൈവം പറഞ്ഞു, എന്നെ നിനക്ക് മനസ്സിലാക്കണമെങ്കിലേ ഞാൻ നീ ആരാധിക്കുന്ന ആരാണെന്നൊന്ന് വെളിപ്പെടുത്തി തരാം. അവന്റെ ആരാധനാമൂർത്തികൾ, ആ ദുഷ്ട ശക്തികൾ, ആ ഇരുളിന്റെ ശക്തികൾ മിസ്രയീം ദേശത്തൊക്കെയും വന്ന് തേർവാഴ്ച നടത്താൻ തമ്പുരാൻ അനുവദിച്ചു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ആ ദുഷ്ട ശക്തികൾ, ദേശാധിപതികൾ, ആ ഇരുട്ടിന്റെ ശക്തികൾ വന്ന് മിസ്രയീം ദേശത്തെ ഒക്കെയും ഗ്രസിച്ചു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ദുഷ്ടശക്തികളുടെ ആവാസത്താൽ, അധിവാസത്താൽ ആ ജനം ഇരുന്നടത്തിരുന്നു പോയി.
സ്പർശിക്കത്തക്ക ഇരുൾ, ഒരുത്തനും ഇരുന്നടത്തുനിന്ന് എഴുന്നേറ്റില്ല. എന്നാൽ സഹോദരങ്ങളെ, ആ സംഭവം നടക്കുമ്പോൾ തിരുവെഴുത്ത് വായിക്കുന്നു, എന്നാൽ ഇസ്രായേൽ മക്കൾ താമസിച്ച ഗോശൻ ദേശത്ത് രാത്രിയും പകലും വെട്ടമുണ്ടായിരുന്നു. ഞാനിപ്പോൾ പറയുക, എറണാകുളം ജില്ലയിൽ 3 ദിവസത്തേക്ക് വൈദ്യുതി ഇല്ലായിരുന്നു. എന്നാൽ നെടുമ്പാശ്ശേരിയിൽ വൈദ്യുതി ഉണ്ടായിരുന്നു. ഹലോ, ആളുകൾ ചോദിക്കുക, അയ്യോ അത് എറണാകുളം ജില്ലയല്ലേ? ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിനകത്തുള്ള ഒരു ദേശമാണ് ഗോശൻ ദേശം. ഇസ്രായേൽ മക്കൾക്ക് കരവഴുവായി നൽകിയ കന്നുകാലിയെ മേയിക്കാൻ പറ്റിയ ഇടമായിരുന്ന ഗോശൻ ദേശം ഈജിപ്തിനകത്തുള്ള ഒരു ദേശമാണ്. സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ ആയിരുന്നെന്നിരിക്കട്ടെ, ഹലോ, അത് ആ ദേശത്താകമാനം വന്നപ്പോ, അത് 3 ദിവസത്തേക്ക് തുടർമാനമായി വന്നപ്പോ, ആമേൻ, രാവും പകലും അവിടെ ഇരുട്ടായിരുന്നപ്പോൾ ഈ ജനത്തിൻ്റെ ഇടയിൽ മാത്രം ആ രാജ്യത്തിനകത്ത് താമസിച്ച ഇസ്രായേലിൻ്റെ കൂടാരങ്ങളിൽ രാവും പകലും വെളിച്ചമുണ്ടായി. അത് ഏത് വെളിച്ചമായിരുന്നു? പ്രൈസ് ദി ലോർഡ്. തേജോമയനായ ദൈവം തൻ്റെ ജനത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്നു. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന തേജോമയനായ ദൈവം തൻ്റെ മുഴുമഹത്വത്തോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്നു. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുകയാണ്. വെളിച്ചങ്ങളുടെ പിതാവായ ദൈവം തൻ്റെ തിരു സാന്നിധ്യത്തോടുകൂടെ മുഴുമഹത്വത്തോടുകൂടെ ഇസ്രായേൽ മക്കളുടെ നടുവിൽ വന്ന് വസിച്ചതുകൊണ്ട് അവർക്ക് രാവും പകലും വെട്ടമുണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറയാം. സ്തോത്രം. അപ്പോൾ ഈ ഇസ്രായേൽ മക്കൾ താമസിക്കുന്ന ഗ്രാമത്തിൽ എന്തുണ്ടായിരുന്നു? വെട്ടമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉടനെ ഇസ്രായേലിലെ ഒരു കൊച്ചു പറയുക, അപ്പച്ചാ നമ്മുടെ വീട്ടിൽ വെട്ടമുണ്ടല്ലോ, എൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന അങ്ങേലെ രാഘവൻ്റെ വീട്ടിൽ വെട്ടമില്ല, ഇവിടെ നിന്ന് ഒരു ബൾബ് കുത്തി ഇച്ചിരി കറണ്ട് അങ്ങോട്ട് കൊടുത്താലോ? ഹലോ, ഇവിടെ പ്ലഗാലൊന്ന് വയറ് കുത്തിയിട്ടേ അങ്ങോട്ടൊരു വെട്ടം ഇട്ട് കൊടുത്താലോ? അപ്പച്ചൻ പറയും, എൻ്റെ പൊന്നു മോനെ, ഇത് നമ്മുടെ ഉൽപ്പന്നമല്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അവൻ്റെ കൂടാരം വിട്ട് ഇറങ്ങി ഈ വെളിച്ചത്തിനകത്ത് വന്ന് വസിക്കാൻ. അവൻ സന്മനസ് പ്രാപിച്ചാൽ അവനും ഈ അത്ഭുത പ്രകാശം അനുഭവിക്കാം. ഇത് മനുഷ്യന്റെ ഉൽപ്പന്നമല്ല, അത് ദൈവത്തിന്റെ തേജസ്സായിരുന്നു. അതൊരു അത്ഭുത പ്രകാശമായിരുന്നു. ഇസ്രായേൽ മക്കൾ അത്ഭുത പ്രകാശം അനുഭവിച്ച ഒന്നാമത്തെ സംഭവം 3 ദിവസത്തേക്കായിരുന്നു. രണ്ടാമത്തെ സംഭവം 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കടൽ യാത്രയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത വെളിച്ചമാണ്. കടലിലൂടെ അക്കരയ്ക്ക് പോകാൻ ദൈവം കൊടുത്ത വെളിച്ചം, അത് 9 മണിക്കൂർ നേരം നീണ്ടു നിന്നു. വായിക്കാം. പുറപ്പാട് പുസ്തകം തന്നെ 14-ാം അധ്യായം 20-ാമത്തെ വാക്യം. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. അവർക്ക് എന്ന് പറയുന്നത് മിസ്രൈമ്യ സൈന്യം 300 രഥങ്ങളും മറ്റെല്ലാ രഥങ്ങളും കൂട്ടി ഇസ്രായേൽ മക്കളെ അടിച്ച് പിടിച്ച് തിരിച്ചു കൊണ്ടുപോരാൻ വേണ്ടി ഫറവോനും സൈന്യവും പിന്നാലെ വരികയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ഇവർക്കോ പറഞ്ഞാട്ടെ, ദൈവം രാത്രിയെ പകലാക്കി കൊടുത്തു. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇസ്രായേൽ മക്കൾ ചെങ്കടലിലൂടെ കടന്നുപോയത് പട്ടാപ്പകലല്ല, കുറ്റാക്കൂരിട്ട് നിറഞ്ഞ ഒരു രാത്രിയിലാണ് അവർ കടന്നുപോയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സൗദി അറേബ്യയിലെ ജിദ്ദ, അതിനപ്പുറമുള്ള ജിസാൻ തുടങ്ങിയ സ്ഥലത്തൂടെയാണ് ഇവർ പോയത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ചെങ്കടൽ കടന്നു പോയെന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഇവർക്ക് കടന്നക്കരെ കയറാൻ 9 മണിക്കൂർ നേരം വേണ്ടി വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. തെളിവ് പറയാം. പ്രൈസ് ദി ലോർഡ്. സന്ധ്യാസമയത്ത് അവർ തല ഉയർത്തി നോക്കുമ്പോൾ ഫറവോനും സൈന്യവും വരുന്നത് കണ്ടു. അപ്പൊ കാണാൻ പറ്റുന്ന വെളിച്ചമുള്ള ഒരു സന്ധ്യയ്ക്ക് വൈകിട്ട് 6 മണി എന്ന് വിചാരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവർ കണ്ടു. എന്ത് കണ്ടു? ഫറവോനും സൈന്യവും
വരുന്നത് കണ്ടു, ദൈവത്തോട് നിലവിളിച്ചു. ദൈവം പറഞ്ഞു, ഒരു ദൂത് പറഞ്ഞേക്കാൻ. ദൈവം നൽകിയ ദൂത് മോശ വിളിച്ചു പറഞ്ഞു, ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും നിങ്ങൾ കാണുകയില്ല. അടുത്തത്, ദൈവം നിങ്ങൾക്ക് വരുത്തുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. പ്രൈസല്ലോ, പ്രൈസല്ലോ. തിരിഞ്ഞു നോക്കിയാൽ ശത്രുവിനെ കാണാം, തിരിഞ്ഞു നോക്കിയാൽ അപായ ഭീഷണിയുണ്ട്. എന്നാൽ മുന്നോട്ട് നോക്കിയാൽ ദൈവം വരുത്തുന്ന രക്ഷ കാണാം. ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, പിൻഗമിക്കുന്ന ശത്രുവിൻ്റെ ആരവാരമല്ല, മുന്നിൽ എൻ്റെ ദൈവം ഒരുക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. പ്രൈസല്ലോ, പ്രൈസല്ലോ. അടുത്ത പദം, ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാൾ കാണുകയില്ല. സ്തോത്രം. അടുത്ത ദൂത്, ഞാൻ ആ ദൂതിലേക്ക് വരാം. അടുത്ത ദൂത്, കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തൂടെ നിങ്ങൾ നടന്നു പോകും. ഹലോ, എന്തുകൊണ്ട്? ദൈവം അവർക്ക് ഉണങ്ങിയ നിലമുണ്ടാക്കി കൊടുത്തു. ഒരു ആറാകട്ടെ, തോടാകട്ടെ, കടലാവട്ടെ, പെട്ടെന്ന് വറ്റിയാൽ അതിനടിയിൽ കുറച്ച് ചെളിയും ചേറും എക്കലും ഒക്കെ കാണും, അല്ലേ? പ്രൈസ്തല്ലോ. പക്ഷെ ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. ആമേൻ. ദൈവം ഒരുക്കിയപ്പോൾ ആമേൻ അവിടെ ചെളി ഉണ്ടായിരുന്നില്ല, ഉണങ്ങിയ നിലമായിരുന്നു. എന്തുകൊണ്ട് ദൈവം ഉണങ്ങിയ നിലമാക്കി കൊടുത്തു? അതിൻ്റെ ഒരു കാരണം പറയാം. ഇവരുടെ ഇത്രയും നാളത്തെ ജോലി എന്തായിരുന്നെന്ന് അറിയാമോ? ഇഷ്ടിക ചൂളയിൽ ആമേൻ ഈ ചുടുകട്ട ഉണ്ടാക്കാൻ വേണ്ടി മണ്ണ് ചവിട്ടി കുഴച്ചിരുന്നവരാണ്. മണ്ണ് വെട്ടിയിട്ടിട്ട് വെള്ളം കോരിയൊടിച്ച് അതിനെ ഇങ്ങനെ ചവിട്ടി 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 ചെളിക്കകത്ത് ചവിട്ടിക്കൊണ്ടിരുന്നവരെയാ. അവിടുന്ന് ദൈവം വിടുവിച്ചോണ്ട് വന്നിട്ട് ദൈവം പറഞ്ഞു, ഇനി ഞാൻ നിന്നെ ചെളിയിലൂടെ നടത്തൂല. പ്രൈസലോ. അവരുടെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. ആമേൻ. ദൈവം അവരെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പിന്നീട് അവരെ ദൈവം ചെളിയിലൂടെ നടത്തിയിട്ടില്ല. ദൈവം അവർക്ക് വേണ്ടി ഉണങ്ങിയ നിലമുണ്ടാക്കി കൊടുത്തു. ഹല്ലേലൂയ. ഇനിയും പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വിസ്മയകരമായ ഒരു പ്രവൃത്തി നമുക്ക് കാണാം. ശ്രദ്ധിച്ച് കേട്ടാട്ട് നമുക്കൊരു കടലിലേക്ക് നോക്കി. ഹലോ, ഒരു കടലാന്ന് ഓർക്കണം. പ്രൈസലോ. കടലിൽ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു 5 അടി താഴ്ച, കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു 50 അടി താഴ്ച, കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു 500 അടി താഴ്ച. അല്ലാതെ എല്ലാം നേരെ പ്ലെയിനായിട്ടല്ല കിടക്കുന്നത്. കടലിൻ്റെ അടിയെ മേളി വെള്ളമെല്ലാം ഒരുപോലെ കിടക്കും. വാട്ടർ ലെവൽ എല്ലായിടത്തും തുല്യമായിരിക്കും. പക്ഷെ താഴോട്ട് പോയാൽ ചില വലിയ ഗർത്തമുണ്ട്. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ ഈ കുഴിക്കകത്ത് ചാടി പിന്നെ അതേന്ന് വലിച്ചു പിടിച്ച് കയറി. അല്ലോ, അങ്ങനെ പോകാൻ പറ്റുമോ? തമ്പുരാൻ എന്താ ചെയ്തതെന്നറിയാമോ സഹോദരങ്ങളെ? നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാ. ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? ആ കടലിലെ വെള്ളത്തെ അവിടെ നിർത്തി. വലിയ ഗർത്തമുള്ള ഇടങ്ങളിൽ, വലിയ കുഴിയുള്ള സ്ഥലങ്ങളിൽ ആ വെള്ളത്തെ അവിടെ നിർത്തിയിട്ട് അതിൻ്റെ മുകൾ ഭാഗമുണ്ടല്ലോ തമ്പുരാൻ കോൺക്രീറ്റ് ചെയ്തു. വാക്യം നോക്കിക്കേ. ആമേൻ. ആഴങ്ങൾ കടലിൻ്റെ നടുവിൽ ഉറച്ചുപോയി. മനസ്സിലായോ? 500 അടി താഴ്ചയുള്ളിടത്ത് ആ വെള്ളത്തെ അങ്ങനെ നിർത്തിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തെ തമ്പുരാൻ പാറ പോലെ ആക്കി കൊടുത്തു. അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി ദൈവം അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വഴി തികവുള്ളതാ. ദൈവത്തിൻ്റെ വഴി തികവുള്ളതാ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി മഹത്തരമാണ്. ഹല്ലേലൂയ. സ്തോത്രം. കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടെ അവർ കടന്നുപോയി. ആഴമുള്ളിടത്ത് ദൈവം വെള്ളത്തെ അങ്ങനെ നിർത്തിക്കൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്തു പറഞ്ഞേ? കടലിൻ്റെ നടുവിൽ അത് ഉറച്ച് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇനി സന്ധിക്കാണ് ഇവരുടെ അക്കരയ്ക്ക് പോയത്. വെള്ളം 2 വശത്തേക്കും വകഞ്ഞു മാറി ചിറ പോലെ നിൽക്കുകയാണ്. സ്തോത്രം. അതിനക്കരയ്ക്ക് അവർ പോകുകയാണ്. ആ കടലിടുക്കിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇരുട്ടായി. ഇപ്പോൾ ഇരുട്ട് കൂരിരുട്ടായി. 1, സ്വാഭാവികമായ ഇരുട്ട്. 2, ഈ ജലമതിലുകൾക്കിടയിലായപ്പോൾ ഇരുട്ട് കൂരിരുട്ടായി. ഇരുട്ടത്തൂടെ യാത്ര ചെയ്യാൻ പറ്റുമോ? തമ്പുരാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ജലമതിലുകൾക്ക് മീതെ ഒരു മൂടുവിരി പോലെ ഒരു പ്രകാശമുള്ള മേഘത്തെ മുകളിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. അത് താഴേക്ക് വെട്ടം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. 2, സ്തോത്രം, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. രാത്രി മുഴുവൻ
ഇസ്രായേല്യരുടെ സൈന്യവും മിസ്രൈമ്യരുടെ സൈന്യവും തമ്മിൽ അടുക്കാതിരിക്കേണ്ടതിന് മുമ്പേ യാത്ര ചെയ്ത ദൈവത്തിൻ്റെ ദൂതൻ പുറകിൽ പോയി നിന്നു. മേഘസ്തംഭവും പുറകിൽ പോയി നിന്നു. അവർക്ക് ഇരുട്ടായിരുന്നു, രാത്രിയായിരുന്നു. ഇവർക്കോ ഇസ്രായേല്യർക്കോ ദൈവം രാത്രിയെ പകലാക്കി കൊടുത്തു. ഒന്ന്, മുകളിൽ നിന്ന് വെട്ടം താഴേക്ക്. രണ്ട്, ഒരു വെട്ടം പുറകിൽ നിന്ന് മുമ്പോട്ട്. അവർ യാത്ര ചെയ്യുകയാണ്. അത്ഭുത പ്രകാശം. മനസ്സിലാകുന്നുണ്ടോ? അവർ കരുതിയിട്ടില്ലാത്ത മണ്ണെണ്ണ വിളക്ക്, അവർ കരുതിയിട്ടില്ലാത്ത പെട്രോമാക്സ്, അവർ കരുതിയിട്ടില്ലാത്ത ഇലക്ട്രിസിറ്റി അവർക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കുകയാണ്. ദൈവം അവർക്ക് വേണ്ടി വെളിച്ചമൊരുക്കുകയാണ്. ഹല്ലേലൂയ! നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ വെട്ടം കാണുകയാണ്. അതിനകത്തൂടെ കടന്നുപോയി. 9 മണിക്കൂർ കഴിഞ്ഞു. രാവിലെ 3 മണിയായി. 24-ാം വാക്യം കൂടെ വായിച്ചാട്ട്. പുറപ്പാട് 14:24. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി. പ്രഭാതയാമത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം രാവിലെ 3 മണി. പകൽ 4 യാമം, രാത്രി 4 യാമം, 8 യാമം. ഒരു യാമത്തിന് 3 മണിക്കൂർ. സന്ധ്യയായി ഉഷസുമായി 1-ാം ദിവസം. വൈകിട്ട് 6 തൊട്ട് 9 വരെ 1-ാം യാമം. 9 തൊട്ട് 12 വരെ 2-ാം യാമം. 12 തൊട്ട് 3 വരെ 3-ാം യാമം. 3 തൊട്ട് രാവിലെ 6 വരെ 4-ാം യാമം. അതോ പ്രഭാതയാമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴാ നടക്കാൻ തുടങ്ങിയത്? സന്ധ്യയ്ക്ക്. ഇപ്പൊ പ്രഭാതയാമമായി 9 മണിക്കൂർ നേരം. മനസ്സിലാവുന്നുണ്ടോ? തമ്പുരാനെ കടലിനെ ചിറ പോലെ നിർത്തി 9 മണിക്കൂർ നേരം. അവരാരും പല കൊണ്ടൊന്ന് തൂണ് വെച്ച് ഉതകൊടുത്ത് നിർത്തില്ല. തമ്പുരാൻ തൻ്റെ ജനത്തിന് വേണ്ടി വഴിയൊരുക്കി. ജലമതിലുകൾക്കിടയിലൂടെ കടന്നു പോകാൻ അത്ഭുത വെളിച്ചം ദൈവം അവർക്ക് കൊണ്ടുകൊടുത്തു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത്ഭുത പ്രകാശം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവർ അത്ഭുത പ്രകാശം അനുഭവിച്ച 3-ാമത്തെ സന്ദർഭം 40 വർഷം നീണ്ടു നിൽക്കുന്ന അത്ഭുത പ്രകാശമായിരുന്നു. വായിക്കാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. പകലും രാവും യാത്ര. സൂര്യന്റെ വെട്ടം പകലേ ഉള്ളൂ. പക്ഷെ ചില മേഖലകളിൽ രാത്രിയിലും യാത്ര ചെയ്യണമായിരുന്നു. സ്തോത്രം. രാത്രിയിൽ യാത്ര ചെയ്യാൻ വെട്ടം വേണം. സ്തോത്രം. ദൈവം അത്ഭുത പ്രകാശം അവിടെയും കൊടുത്തു. ഹലോ, അത്ഭുത പ്രകാശം ദൈവം അവിടെ അയച്ചു കൊടുത്തു. എത്ര നാളത്തേക്കാ? മിസ്രൈമിൽ 3 ദിവസത്തേക്ക്, ചെങ്കടലിൽ 9 മണിക്കൂർ നേരത്തേക്ക്, മരുഭൂമിയിൽ 40 വർഷത്തേക്ക്. നിങ്ങളെല്ലാം എവിടെയുണ്ടോ? 40 വർഷത്തേക്ക്. പ്രൈസല്ലോ. അവർക്ക് വെട്ടമില്ല. പക്ഷെ സന്ധ്യയാകുമ്പോൾ അവർക്ക് കൂടാരങ്ങൾക്ക് മീതെ വിരിഞ്ഞു നിന്ന ആ മേഘസ്തംഭങ്ങൾ അവിടെ ഇവിടായി ഒത്തുകൂടി അത് ഞാൻ ട്യൂബ് ലൈറ്റ് പോലെ വെട്ടം കൊടുക്കുവാൻ തുടങ്ങി. സ്തോത്രം. അവരുടെ കൂടാരങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. എന്തിനാ ദൈവം വെളിച്ചം നൽകിയെന്നറിയാമോ? നമുക്ക് സംഖ്യാപുസ്തകത്തിലേക്ക് വരാം. ഒരു ചെറിയ സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 32 വരെയുള്ള വാക്യമാണ്. മോശയ്ക്ക് ഒരളിയനുണ്ടായിരുന്നു, ഭാര്യയുടെ ആങ്ങള. അവൻ്റെ പേര് ഹോബാബ് എന്നാ. ഭാര്യയുടെ പേര്, മോശയുടെ ഭാര്യയുടെ പേര് സിപ്പോറ. സിപ്പോറയുടെ ഏക ആങ്ങള ഹോബാബ്. ഈ ജനത്തെ വിടുവിച്ചോണ്ട് ഇങ്ങോട്ട് വന്നപ്പോ മോശ ചെന്ന് അളിയനോട് പറഞ്ഞു, അളിയ, നിനക്ക് ഈ ദേശമൊക്കെ അറിയാലോ, മരുഭൂമിയൊക്കെ നിനക്കറിയാലോ, നീ ഞങ്ങളുടെ കൂടെ പോരണം. പ്രൈസലോ. പിന്നെ മോശ തൻ്റെ അമ്മായിയപ്പനായ രയുവേൽ എന്ന മിദ്യാൻ്റെ മകനായ ഹോബാബിനോട്, നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് യഹോവ അരുളി ചെയ്ത ദേശത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. യഹോവ ഇസ്രായേലിന് നന്മ ചെയ്തിരിക്കൊണ്ട് നീ ഞങ്ങളോടുകൂടെ വരിക, ഞങ്ങൾ നിനക്ക് നന്മ ചെയ്യുമെന്ന് പറഞ്ഞു. അളിയ, കൂടെ പോരെ. തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നന്മ ചെയ്യുമെന്ന്. നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ഓഹരി അളിയനൂടെ തരാം. അളിയ കൂടെ പോരണം, വഴി കാണിക്കാൻ. പ്രൈസ് ദി ലോർഡ്.
അളിയൻ എന്താ ചെയ്യുന്നറിയോ? കാലുവാരി. പുള്ളി പറയുകയാണ്, വായിച്ചാട്ട് അടുത്ത വാക്യം. ആമേൻ. അവനോട്, ഹോബാബ് മോശയോട്, ഞാൻ വരുന്നില്ല. ഹലോ, വഴി കാണിക്കാൻ ഒന്ന് കൂടെ വരണേ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയും, ഞാൻ വരുന്നില്ല, ഞാൻ എൻ്റെ സ്വദേശത്തേക്കും ചാർച്ചക്കാരുടെ അടുക്കലേക്കും പോകുന്നു എന്ന് പറഞ്ഞു. പ്രൈസ്. ഹലോ, വഴി കാണിക്കാൻ അളിയൻ വന്നില്ല, തമ്പുരാൻ പിന്മാറിയില്ല. അതിൻ്റെ 32, 33 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 33, 34 വാക്യങ്ങളിൽ ആമേൻ. അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി. യഹോവയുടെ നിയമപ്പെട്ടകം അവർക്ക് വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുമ്പേ പോയി. പ്രൈസലോ. മനുഷ്യൻ വാക്കുമാറും. നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന പലരും വാക്കുമാറും, കാലുവാരും. പക്ഷേ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം 3 ദിവസം ആമേൻ അവർക്ക് മുമ്പേ കടന്നുപോയി വഴി കാണിക്കേണ്ടതിന്. ഹല്ലേലൂയ. 40 രാവും പകലും 40 വർഷക്കാലം അവർ അനുഭവിച്ചത് അത്ഭുത പ്രകാശമായിരുന്നു. 4ാമത്തെ സംഭവം സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വസിച്ച ദൈവത്തിൻ്റെ തേജസ്സായിരുന്നു. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ 34-ാമത് വചനം. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. പർവ്വതത്തിൽ ഞാൻ നിനക്ക് കാണിച്ചു എന്ന മാതൃക പ്രകാരം സകലവും തീർപ്പാൻ നോക്കുക എന്ന ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് മോശെ എന്ന വിക്കനായ മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ, ആ ദൈവം പറഞ്ഞ മാതിരി സമാഗമന കൂടാരം പണിതു. ഒഹൊലിയാവ്, ബസലിയേൽ എന്നീ 2 ആർക്കിടെക്റ്റുകളെ, യുവ എഞ്ചിനീയർമാരെ മോശയ്ക്ക് സഹായികളായി നൽകി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മോശെ സമാഗമന കൂടാരം പണിതു. അതിനകത്ത് പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിപരിശുദ്ധ സ്ഥലമുണ്ട്. ആ സാധനങ്ങളൊക്കെയും 40-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ സാധനങ്ങളൊക്കെയും കൊണ്ടുവന്ന് അതിൻ്റെ ക്രമത്തിൽ വച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മോശെ ഉണ്ടാക്കിയ കവരവിളക്ക് കൊണ്ടുവച്ചു, മോശ ഉണ്ടാക്കിയ യാഗപീഠം കൊണ്ടുവച്ചു, മോശ ഉണ്ടാക്കിയ താമ്രത്തൊട്ടി വെച്ചു. ഹലോ, സാക്ഷ്യപെട്ടകവും കൃപാസനവും ഒക്കെ അവൻ കൊണ്ടുവച്ചു. പക്ഷെ അകത്ത് വെട്ടമില്ല. നിങ്ങളിവിടെയുണ്ടോ? അകത്ത് വെട്ടമില്ല. മാത്രമാണോ, 40 അടി നീളത്തിൽ 20 അടി വീതിയിൽ നീലനൂൽ, ധൂമ്രനൂൽ, പിരിച്ച പഞ്ഞിനൂൽ, ചുവപ്പ് നൂൽ എന്നീ 4 വിധ നൂലുകൾ കൊണ്ട് ചിത്രപ്പണിയായി നിർമ്മിച്ച ആമേൻ 1.5 ഇഞ്ച് കനമുള്ള ആമേൻ സ്തോത്രം ഒരു വലിയ കർട്ടൻ അകത്തിട്ടിരിക്കുകയാണ്. ഈ കർട്ടൻ ഇട്ടിരിക്കുന്നത് കൊണ്ട് അകത്ത് കൂരിരുട്ട. മുകളിൽ തകശു തോല് വെച്ചുള്ള മൂട്ടുവിരിയുണ്ട്. അകത്തൊട്ടും വെട്ടമില്ല. നിങ്ങളിവിടെയുണ്ടോ? പ്രൈസലോ, പ്രൈസലോ. ആമേൻ. അതിപരിശുദ്ധ സ്ഥലത്ത് 2-3 ലൈറ്റ് കൊണ്ടുപോയി മോശ ഫിറ്റ് ചെയ്തില്ല. കവരവിളക്ക് അവിടെ എടുത്തോണ്ട് വെച്ചില്ല, വെട്ടമാവട്ടെ എന്ന് കരുതി. മോശയ്ക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവന് ചെയ്യാൻ പറ്റൂ, പക്ഷെ അവന് ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിന് ചെയ്യാൻ കഴിയും. അവൻ അതെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ തിരുവചനം ഞാൻ ഉദ്ധരിക്കട്ടെ, സ്വർഗത്തിൽ നിന്നൊരു തേജസ് അവിടേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ ഒരു ഭയങ്കര തേജസ് സമാഗമന കൂടാരത്തെ മൂടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കോരഹപുത്രന്മാർ പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. അത് മനോഹരമായിരിക്കുന്നത് അതിൻ്റെ പുറമോടിയല്ല, അതിൻ്റെ 4 തോലുകളാണ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ളത്. 4ാമത്തെ തോല് തകശു തോലാണ്. പ്രൈസർ, ചെമ്പിച്ച കളറാ, കറുത്ത കളറാ. പുറമേ നിന്ന് നോക്കിയാൽ അത് കാണാൻ ഒട്ടും മനോഹാരിത ഉള്ളതല്ല. എന്നിട്ടും യഹോവേ, തിരുനിവാസം എത്ര മനോഹരം എന്ന് പറയാൻ കാരണം അതിനകത്തിറങ്ങി വസിച്ച ദൈവ തേജസ്സായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ സമയപരിധി കൊണ്ട് സന്ദേശം ഇവിടെ പിടിച്ചു നിർത്തുകയാണ്. ദൈവം എന്തെങ്കിലും ഒരു അവസരം നൽകിയാൽ പിന്നീട് ഒരിക്കൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ആ ജനം അത്ഭുത പ്രകാശം അനുഭവിച്ചു. നമ്മുടെയും ജീവിതത്തിൽ ഈ അത്ഭുത വെളിച്ചം അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ ആവശ്യം എത്ര വലുതാണോ അതിനനുസരിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തത വർദ്ധിക്കുന്നു.
ഞാൻ ആ ചിന്ത പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജോൺസൺ മാത്യു മുന്നോട്ട് കടന്നു വരും. ഹലോ, ഞാൻ ആ ചിന്ത പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ഹലോ, 3 ദിവസത്തേക്ക് അവർക്ക് വെട്ടം വേണമായിരുന്നു. 3 ദിവസത്തേക്ക് കുരുട്ട് വന്നപ്പോൾ ആ 3 ദിവസവും ഇസ്രായേലിൻ്റെ കൂടാരങ്ങളിൽ ദൈവം വെളിച്ചം നൽകി. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ചെങ്കടലിലൂടെ കടന്നു പോകുമ്പോൾ 9 മണിക്കൂർ നേരം മതിയായിരുന്നു. അതുകൊണ്ട് ദൈവം അത്ഭുത പ്രകാശം അവിടേക്ക് അയച്ചത് കേവലം 9 മണിക്കൂർ നേരത്തേക്കായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ട്, സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. എന്നാൽ മരുഭൂമിയിൽ 40 വർഷം നടക്കണം. അതിന് 3 ദിവസത്തേക്ക് പോരാ, 9 മണിക്കൂർ നേരത്തേക്ക് വേണ്ട പോരാ, 40 വർഷം വേണമായിരുന്നു. നിന്റെ ആവശ്യം എത്ര വലുതാണോ, നിന്റെ ആവശ്യം എത്ര വലുതാണോ, അതിനനുസൃതമായി ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കും. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടാകും. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? നിന്റെ ജീവിതത്തിൻ്റെ വിഷയം എത്ര ഞെരുക്കമുള്ളതാണെങ്കിലും, എത്ര നുറുങ്ങപ്പെട്ടതാണെങ്കിലും, നിന്റെ ആവശ്യത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കും. ഞാനൊരു പുതിയ നിയമത്തിലെ സംഭവം പറയാം. സഹോദരങ്ങളെ, 5 അപ്പം കൊണ്ട് യേശു 5000 പേരെ പോഷിപ്പിച്ചു. നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു റേഷ്യോ പറയാം, അനുവാദം പറയാം. ഒരപ്പം 1000 പേർക്ക്, 5 അപ്പം 5000 പേർക്ക്. ഹലോ, പ്രൈസലോ. പിന്നീട് ഒരിക്കൽ ഭക്ഷിപ്പാൻ വന്നപ്പോൾ ആളുകൾ 7000 ഉണ്ട്, അപ്പം 4 ഉള്ളൂ. നിങ്ങളെല്ലാം എവിടെ ഉണ്ടോ? അപ്പം 4 ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുവാദം വെച്ച് പറഞ്ഞാൽ 5 അപ്പം 5000 പേർക്ക്. ആമേൻ. ഒരപ്പം 1000 പേർക്ക്. 4 അപ്പം 4000 പേർക്ക് കൊടുത്ത് ബാക്കി 3000 എണ്ണത്തെ പട്ടിണിക്ക് വിടണമായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വിശ്വസ്തത വർദ്ധിക്കുകയാ, ദൈവത്തിൻ്റെ വിശ്വസ്തത വർദ്ധിക്കുകയാ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ വർദ്ധിക്കുകയാ. ഇന്ന് പകല് നിങ്ങളുടെ ആവശ്യം എത്ര വലുതാണോ അതിനനുസരിച്ച് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കും. അവരനുഭവിച്ചത് അത്ഭുത പ്രകാശമായിരുന്നു. ആമേൻ. അതിനേക്കാളെല്ലാം ശ്രേഷ്ഠകരമായ ഒരത്ഭുത പ്രകാശത്തിലേക്കാണ് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. യേശു കർത്താവാകുന്ന വെളിച്ചം. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി മാറുമെന്ന് അരുളി ചെയ്ത ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ യേശുവിന്റെ സന്നിധിയിലേക്ക് നീ കടന്നു വന്നിരിക്കുന്നു എങ്കിൽ, ദൈവത്തിന്റെ പൈതലേ, ഈ ലോകത്തിലെ വാസം കഴിഞ്ഞിട്ട് ഏറെ താമസിയാതെ ഞാനും നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നേലും അവിടെ വെട്ടമുണ്ടായിരിക്കും. ഹല്ലേലൂയ. സൂര്യനും ചന്ദ്രനും അവിടെ ആവശ്യമില്ല, കുഞ്ഞാട് തന്നെ അതിൻ്റെ വെളിച്ചമായിരിക്കും. ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനാൽ പ്രകാശിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നിത്യതയിൽ യേശുവിൻ്റെ വെളിച്ചത്തിൽ നീ വസിക്കും. നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. വാഗ്ദാനങ്ങളെ വിശ്വസ്തനായ അടിയങ്ങളുടെ പിതാവേ, മനോഹരമായ പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവേ, ഇത്രത്തോളം നിന്റെ കൃപയും സാന്നിധ്യം അടിയങ്ങളുടെ മധ്യ ഉണ്ടായിരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കടന്നു വന്ന അടിയങ്ങളെല്ലാം കർത്താവേ, ഇത്രത്തോളം നീ അനുഗ്രഹിച്ചവയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം കർത്താവേ, ഗാനങ്ങളിലൂടെ കർത്താവേ നിന്നെ സ്തുതിപ്പാനും ആരാധിപ്പാനും നീ അടിയങ്ങളെ ബലപ്പെടുത്തിയവയ്ക്കായി സ്തോത്രം ചെയ്യുന്ന. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിളിക്കേണ്ട നമ്പർ 7736112475 8086991167.